ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഫാസിൽ റിയാസിൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മുടെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ നേരത്തെ എണിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം പിടിക്കലൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ടെന്ന് എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം തീ പൂട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇത്ര ദിവസം അടുപ്പ് കാട്ടാണ്ടിരുന്നത് നമ്മുടെ അടുപ്പിൻ്റെ മുഴ പൊട്ടിയ കാരണം കൊണ്ട് കേട്ടോ. അപ്പോൾ കാട്ടാനൊരു ചമ്മലായ കാരണമാണ്. അപ്പോൾ അത് എനിക്കിങ്ങനെ മുഴ ഇടാൻ അത്ര പിടുത്തമില്ല. നമ്മുടെ റിയാസ്ക്കാക്കോ ഉമ്മക്ക് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഉമ്മ അല്ല ഇവിടെ, ഉമ്മ മണ്ണാർക്കാട് പോയിക്കാണ്. അപ്പോൾ റിയാസ്ക്ക പിന്നെ ഒഴിവില്ലാത്തതുകൊണ്ട് ഇടാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ സിമെൻറ്റൊക്കെ ഇട്ടിട്ടൊന്ന് കറക്റ്റാക്കി എടുക്കണം. അപ്പോൾ തൽക്കാലം ഒരു പേറുന്ന കല്ല് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് ഇടുകയാണ് കേട്ടോ. ഞാൻ അധികം എനിക്ക് നേരാക്കാൻ അറിയില്ല. അപ്പോൾ റിയാസ്ക്ക് ആരെങ്കിലുമൊക്കെ നേരാക്കി തരും കേട്ടോ. ആ സമയത്ത് ആരെന്നെ ഒഴിവ് കിട്ടണം പിന്നെ ഞാൻ പിടിച്ച് നിർത്തി നേരാക്കിയൊക്കെ ചെയ്യുക. അപ്പോൾ ഒന്ന് ഞാൻ ഏതായാലും ഇപ്പോൾ ഇങ്ങനെ കത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചട്ടി വെക്കും. കനം വരുന്തോറും അത് ചൂടും കുറേ ഇങ്ങനെ തട്ടുമ്പോൾ വിണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പത്തെ ചാരമൊക്കെ കോരിയിട്ട് പിന്നെ ഓലക്കൊടിയൊക്കെ വെച്ച് ഒന്ന് തീ പിടിപ്പിച്ചെടുക്കുക കേട്ടോ. ഓലക്കൊടി വെച്ച് തീ പിടിച്ച ശേഷം നമുക്ക് വിറകൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ അങ്ങനെ പുകയാണ്ട് കത്തുള്ളൂ കേട്ടോ. പിന്നെ പാത്രം അപ്പുറത്ത് കഴുകാൻ അതിൻ്റെ വെള്ളം കേട്ടോ സൈഡിൽ കൂടെ ഇങ്ങനെ ഒലിച്ച് വരും. നമ്മൾ അങ്ങോട്ട് കഴുകിയാലും ഇപ്പുറത്ത് കൂടെ നനവുത്തിരി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ അടുപ്പിൻ്റെ തിണ്ടൊക്കെ ഒന്ന് വൃത്തിയാവും. അപ്പോൾ ഞാൻ ഓലക്കൊടിയും ചകിരിയൊക്കെ വെച്ചിട്ട് ഒന്ന് തീ പിടിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം ചോറ് വേഗം അരി ആയതുകൊണ്ട് തന്നെ തിളച്ചിട്ട് പിന്നെ അങ്ങനെ ഇട്ട് അങ്ങനെ വേകും. പിന്നെ പ്രാവശ്യം കിട്ടിയ റേഷൻ കടയിലത്തെ അരി നല്ല വേഗം അരി കേട്ടോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പോയ പ്രാവശ്യം അരി കിട്ടിയില്ല. റേഷൻ കടയിൽ അരി ഉണ്ടായിരുന്നില്ല, കിട്ടിയില്ല കേട്ടോ. ഇനി ഇപ്രാവശ്യം കിട്ടുമോയെന്ന് അറിയില്ല. പോയ പ്രാവശ്യം പച്ചരിയോ അങ്ങനെ എന്തോ കിട്ടിയുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടായ പിന്നെ ഇപ്പോൾ ചൂട് സമയതുകൊണ്ട് പിന്നെ നല്ലൊക്കെ മൊരിഞ്ഞ് നിൽക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികം വിറകൊന്നും അടുപ്പിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല, കത്തിക്കാനുള്ളത് മാത്രം. പിന്നെ ഒരുപാട് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എലിൻ്റെ ശല്യം ഒരുപാടുള്ളത് കൊണ്ട് നമുക്ക് വിറകൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. വിറകിൻ്റെ മേലെ കൂടെയൊക്കെ ചാടി മറിഞ്ഞിങ്ങനെ വരും. ഇന്നലെ ഒരു ഡ്രമ്മിൻ്റെ ഉള്ളിലൊരു എലി പൊട്ട്. പിന്നെ ഇന്ന് കേട്ടോ ഒന്ന് രാവിലെ എണിച്ച് നോക്കുമ്പോൾ ഡ്രം എന്തോ ഭാഗ്യത്തിന് കുറച്ച് വെള്ളം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു എലി അങ്ങോട്ട് അതിൽ പെട്ട് കിടക്കണം. അത് ചത്തിട്ടൊന്നുമില്ല. പിന്നെ അങ്ങനെ അതിനെ തൂക്കി പുറത്തെടുത്തിട്ട് അതിന് ഭാഗ്യമുണ്ട്, ജീവനുണ്ട് കേട്ടോ, ചാടിപ്പോയി അത്. പിന്നെ ഡ്രമ്മൊക്കെ തേച്ച് കഴുകി ഒഴിച്ച് വെള്ളമൊക്കെ നിറച്ച് വെച്ചു. അതൊക്കെ ആയിരുന്നു ഇന്ന് പണി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അരിക്ക് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളം ചൂടായ ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ വീഡിയോക്ക് ഇത്തിരി സ്പീഡ് കൂട്ടുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ വീഡിയോ ലെങ്ത്തായി പോകും. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ അരി ഇട്ടിട്ടില്ല കേട്ടോ. വെള്ളം ചൂടാവട്ടെ, അപ്പത്തിനും പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുട്ടികളൊന്നും എണിച്ചിട്ടില്ല. എന്നിപ്പോൾ അവരൊക്കെ ഇനി മെല്ലെ എണിച്ച് വരുള്ളൂ. ഇതിന് ഞാൻ അടുക്കള പണിയൊക്കെ ഒന്ന് സെറ്റാക്കി, നമ്മുടെ പണി നമ്മൾ നേരത്തെ കാലത്ത് തീർത്ത് കഴിഞ്ഞപ്പോൾ ഇത്തിരി നേരം ഇരിക്കാമല്ലോ അങ്ങനെ. പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കൊക്കെ പോയി. ഫ്രണ്ട് പറയുമ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. 1 വർഷത്തോളമായി പരിചയപ്പെട്ടിട്ട്. ഇല്ല, ചാനൽ തുടങ്ങിയ ശേഷം നമ്മൾ പരിചയപ്പെട്ടതാണ്. അങ്ങനെ നമുക്ക് രക്തബന്ധങ്ങളെക്കാട്ടി ഇങ്ങനെയുള്ള സ്നേഹബന്ധങ്ങൾ കിട്ടുമ്പോൾ അതൊന്നും നിലനിന്ന് പോവും. പക്ഷെ അങ്ങനെ എനിക്കിപ്പോൾ ചാനൽ തുടങ്ങിയ ശേഷം ഒരുപാട് ഒരാളെന്നല്ല കേട്ടോ, ഒരുപാട് നമ്മളെ സ്നേഹിക്കണ ബന്ധങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫാമിലി വ്ളോഗ് ഇഷ്ടമായിട്ടും അങ്ങനെ കാര്യങ്ങളായിട്ടും കുറേ കേട്ടോ. നമുക്ക് പിന്നെ പഠിക്കുന്നതിൻ്റെ 2-3 ഫ്രണ്ട്സുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പേരൊന്നും ആൻ്റെ എടുത്ത് പറയണമെങ്കിൽ ഒരുപാട് പേരുണ്ട്. അപ്പം എല്ലാവർക്കും എല്ലാവരെയും ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ നിൽക്കണ പോലെ ഇരിക്കും നമ്മളോടുള്ള സ്നേഹം അല്ലേ എല്ലാവർക്കും. അപ്പോൾ ഞാൻ പഠിക്കണ കാലത്തും അങ്ങനെ തന്നെ കേട്ടോ. എല്ലാവരുമായിട്ടും നല്ല ഒത്തൊരുമയായിട്ട് പോകും. ആരിനോടും മുഖമൊന്നും വീർപ്പിക്കില്ല. എല്ലാവരുമായിട്ടും നല്ല സംസാരിക്കും, കൂട്ടുകൂടും ഒക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഇങ്ങോട്ടും ചില ആൾക്കാരുണ്ട്, നമ്മൾ അങ്ങോട്ട് മൈൻഡ് കാട്ടിയാലേ ഇങ്ങോട്ട് മൈൻഡ് കാട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് സംസാരിച്ചാലേ ഇങ്ങോട്ട് സംസാരിക്കുള്ളൂ. അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. പക്ഷെ അത് ഞാനങ്ങനെയല്ല കേട്ടോ. ഞാൻ എല്ലാവരോടും സംസാരിക്കും, തുറന്നടിച്ച് സംസാരിക്കും. ദേഷ്യം മുഖം വീർപ്പിച്ച് നടക്കുക അങ്ങനെയുള്ളതൊന്നുമില്ല കേട്ടോ. എല്ലാവരും
എല്ലാവരോടും നല്ല ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ എന്നെ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് കേട്ടോ. ഞാനിങ്ങനെ മനസ്സിലൊന്നും ഒളിപ്പിക്കും, ചടപെടുന്ന് ഇങ്ങനെ സംസാരിക്കും, ആരുടെയും കാര്യം മുഖത്ത് നോക്കി ചോദിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം കേട്ടോ എനിക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് തന്നെ 4 വർഷമായില്ലേ. അപ്പോൾ ഈ 4 വർഷത്തിനിടയ്ക്ക് എനിക്ക് കൂടപ്പിറപ്പുകളെക്കാട്ട് സ്നേഹമുള്ള കുറേ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എൻ്റെ ഫ്രണ്ടായിട്ടും അല്ലാണ്ടും നമ്മുടെ സബ്സ്ക്രൈബറായിട്ടും കുറേ ഫാമിലികളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നമ്മളോട് ഫുൾ സപ്പോർട്ടാണ്, സ്നേഹമാണ്. ചിലവർ നമ്പർ ചോദിക്കും, വിളിക്കും, സംസാരിക്കും ഒക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ വിളിച്ച് സംസാരിച്ച് അങ്ങനെ പോയതാണ് നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബറിൻ്റെ അടുത്ത്. അപ്പോൾ വീട് കുറച്ച് അടുത്താണെന്നാണ് ഞാൻ കുറച്ച് അടുത്തുനിന്നാണ് വിചാരിച്ച് നോക്കുമ്പോൾ ഒരുപാട് ദൂരമാണ് കേട്ടോ. ദൂരം പറഞ്ഞാൽ നമ്മുടെ ഗുരുവായൂർ അങ്ങോട്ട് പോകണ്ട, കുറച്ച്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം, ഹാപ്പി ആയിട്ടാണ് എനിക്ക്. കൂടപ്പിറപ്പിനെ പോലെ നമുക്ക് എല്ലാം തുറന്ന് പറയാനും സംസാരിക്കാനും ഒക്കെ ഇതിനൊരാളെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. പിന്നെ അവരും ഇവള് മാത്രമല്ല കേട്ടോ, കുറേ അങ്ങനെ നമുക്ക് സബ്സ്ക്രൈബർ നമ്മുടെ ചാനൽ തുടങ്ങിയ ശേഷം നമുക്ക് ഒരുപാട് ഫാമിലി ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ കണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, കുറേ എല്ലാവരും. പിന്നെ നമുക്ക് ഗിഫ്റ്റ് അയച്ചു തന്നവർ, പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാർ, അങ്ങനെ കുറേ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണവർ, അങ്ങനെ കുറേ ആളുകളുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും, ഒരാളോടൊന്നല്ല, എല്ലാവരോടും ഞാൻ ഹൃദയം തുറന്ന് ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, എല്ലാവരോടും നന്ദി പറയണം കേട്ടോ. തുടർന്നും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ ഒരു കുഞ്ഞു ഫാമിലി ചാനൽ എല്ലാവരും കാണുകയും വേണം, കണ്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം. ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വർത്തമാനത്തിനിടയിൽ നമ്മുടെ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വേഗം വേഗണ അരി ആയതുകൊണ്ട് വെന്തോളും. അപ്പോൾ അരി ഇട്ടതും തിളച്ചു കൂട്ടാം. ഇനി ഒരു തിളച്ച് കഴിഞ്ഞാൽ പിന്നെ വാറ്റാണ്ട പണിയുള്ളൂ. അപ്പോൾ ഞാനിന്ന് കറി വെക്കണത് നമ്മുടെ എന്താ വെക്കുകയെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് മിനിഞ്ഞാന്ന് 2 ദിവസമായിട്ടോ ഒരു പപ്പാളിങ്ങ കിട്ടിയിട്ട്. അപ്പോൾ അത് കുറച്ച് ഉണ്ട്, പപ്പാളിങ്ങ ഉണ്ട്. അപ്പോൾ അത് ചെറുപയറിട്ടിട്ട് ഉപ്പേരി പോലെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഐസ്ക്രീമൊക്കെ മക്കളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ തന്നെ ഒരു 11 മണിയാകുമ്പോഴത്തേനും ഐസ്ക്രീംകാരൻ വന്നപ്പോൾ എല്ലാവരും ഐസിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ചെടുക്കിടുന്ന് ചാടി വീണ് എണിച്ചു കേട്ടോ. പിന്നെ അവർക്കൊക്കെ ഐസ്ക്രീം വേണമെന്ന് ചെത്തിട്ടപ്പോൾ ഞാൻ വേഗം ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ റിയാസ്ക്ക് ഒരു ട്രിപ്പ് പോയിക്കായിരുന്നു കേട്ടോ, വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിതാ ചോറൊക്കെ വാറ്റിയിട്ടുണ്ട്. പിന്നെ അപ്പം ഞാൻ മൺചട്ടിയിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ചെറുപയർ ഒന്ന് വേവിച്ചെടുത്ത ശേഷം നമ്മുടെ പപ്പാളിങ്ങ ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു, പെറ്റൂട്ടാൻ പോലെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്താ വെക്കുകയെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ചെടുക്കുന്ന ഇത് വെച്ച് ഉപ്പേരി വെച്ചാൽ കഞ്ഞിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിനോടെയും കഞ്ഞിനോടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും അത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുക കേട്ടോ. കുറച്ച് നമ്മുടെ എലിൻ്റെ ഭയങ്കര ശല്യമുണ്ട് കേട്ടോ. അപ്പോൾ 2 പപ്പാളിങ്ങ ഉണ്ടായിരുന്നു, അതിലൊരു പപ്പാളിങ്ങ എലി കടിച്ചു. അപ്പോൾ ഞാൻ അതിനെ മാറ്റി വെച്ചു കേട്ടോ, അത് വേണ്ട വെച്ചു. പിന്നെ നമ്മുടെ വേറെ പപ്പാളിങ്ങ എടുത്ത് മുറിച്ച് പൊടിയായി അരിഞ്ഞ ശേഷം അതും പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ചെറുപയറൊന്ന് ഏകദേശം വെന്ത ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കറി വെക്കാനൊക്കെ അറിയായിരിക്കില്ലേ. അപ്പോൾ ഞാനിങ്ങനെ പാലക്കാട് ഇങ്ങനെ നമുക്ക് ഓരോ കറിക്കും ഓരോ പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ നമുക്ക് ആകണ പോലെയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പപ്പാളി ഇങ്ങനെയൊക്കെ പൊടിയായി അരിഞ്ഞ് കഴുകിയിട്ട് പച്ചമുളകും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ എരിവിനനുസരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് ചെറുപയർ കുറച്ച് വെന്ത ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ നല്ല കഴുകി എടുക്കുക കേട്ടോ. പച്ചമുളകും ഉണ്ട്, അതിൽ 4 പച്ചമുളകുണ്ട്, പക്ഷെ നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ അത് ഒരു 4 ഇട്ടോളൂ. 4 ഇട്ടാൽ തന്നെ നല്ല എരിവാണ്. പിന്നെ കല്ലുപ്പാട്ടോ, കല്ലുപ്പ് ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉപ്പ് അധികമായി കഴിഞ്ഞാൽ പിന്നെ വായിൽ വെക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ എൻ്റെ കറിക്ക് ലേസ് ഉപ്പ് അധികമായോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് ഏകദേശം ചെറുപയർ കുറച്ച് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ കിടന്ന് മിക്സ് ആകുമ്പോൾ ഒന്നും കൂടി വെന്തോളൂ, അല്ലെങ്കിൽ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ചമ്മന്തി ആയിപ്പോവും. അപ്പോൾ ഏകദേശം ഒരു വേവ് വരുമ്പോൾ പിന്നെ മൺചട്ടിയിലായതുകൊണ്ട് അങ്ങനെ നല്ല ടേസ്റ്റുമാണ് വെന്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ അങ്ങനെ മൺചട്ടിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ
അത് തേങ്ങയും ജീരകവും ഒന്ന് അരച്ചിട്ട് കൂട്ടി കൊടുക്കണം. അപ്പോൾ ആ തേങ്ങ പൊട്ടിക്കുക കേട്ടോ. തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടാൽ നമ്മുടെ റയീസ് കുട്ടി അടുത്തെത്തും. പിന്നെ വെള്ളമൊന്നും കിട്ടില്ല. അപ്പോൾ എനിക്കും വെള്ളം ഇഷ്ടം കേട്ടോ, തേങ്ങൻ്റെ വെള്ളം. അപ്പോൾ അത് കുറച്ച് കുടിച്ച് തേങ്ങയൊന്ന് ചിരണ്ടി എടുക്കണം. പിന്നെ അതങ്ങനെ അതും ചിരണ്ടി എടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ജീരകം 2 ഇല്ലി വെളുത്തുള്ളി ഇടണം കേട്ടോ. അപ്പോൾ അങ്ങനെ പെരട്ടൂട്ടം വെക്കുമ്പോൾ ഇത് 2 ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ അത് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അധികം അരയാണ്ട് ഒന്ന് അടിച്ചെടുക്കുക. പിന്നെ നമ്മുടെ കടുകും കറിവേപ്പിലയും വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഉത്തമമായിട്ടോ. എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ല, അപ്പോൾ കറിവേപ്പിലുണ്ട്, ചെടിയിലുണ്ട്. ഞാൻ വലിക്കാൻ മടിച്ചിട്ട് വലിച്ചില്ല കേട്ടോ, അല്ലെങ്കിൽ അതും കൂടി ഇട്ട ഒരു മണമൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റിയാസ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അതൊരു വലിയ നാരങ്ങ പോലെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഒരു റോസ്. ഇതിൻ്റെ പേരറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിതിൻ്റെ പേരറിയില്ല കേട്ടോ. ഇത് നാരങ്ങ പോലെ ഉണ്ട്, വലിയൊരു നാരങ്ങ. ഇത് അച്ചാർ ഇടുന്നതാണോ ജ്യൂസ് അടിക്കുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ റിൻഷിമോൾ ഇതാ ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ റിയാസ്ക്ക് വരുമ്പോൾ കുറച്ച് ചിക്കനും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് ചിക്കൻ ഉണ്ടാക്കി കൊടുക്കടി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ കറി വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് അത് തട്ടിക്കൂട്ടിയത് ഉപ്പേരിനെ. അപ്പോൾ നോക്കുമ്പോൾ റിയാസ്ക്ക് വരുമ്പോൾ ചിക്കൻ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഞാൻ എന്ത് കാട്ടി, അതിനെ നല്ല വറുത്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചിക്കൻ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് എണ്ണയിലൊന്ന് ഒരു പകുതി വേവിലെടുത്തിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് തക്കാളി, സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ ഇതിൽ തൈര് ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. പിന്നെ തക്കാളി സവാള ഇട്ടിട്ടുണ്ട് ഞാൻ. തൈരുണ്ടെങ്കിൽ തൈരും കൂടി ചേർത്ത് അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഞാനിങ്ങനെ ഇപ്പോൾ ചിക്കൻ കറി ഇങ്ങനെ ഇട്ടോ വെക്കൽ. പിന്നെ അതും വെച്ച് കുട്ടികൾക്ക് ചോറൊക്കെ കൊടുത്തു. റിയാസ്ക്കും ചോറ് കഴിച്ച് ഇത്തിരി നേരം കടന്നു. ഞാനും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇത്തിരി നേരം കടന്ന് എണിച്ച് പിന്നെ ഇത്തിരി കട്ടൻ ചായ വെച്ചിട്ട് കുറച്ച് മുറുക്ക് പക്കവട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ച് പിന്നെ അങ്ങനെ എണിച്ചു. മുറ്റടിക്കാനുണ്ട് കേട്ടോ. മുറ്റത്തൊക്കെ ഇതാ കുട്ടികൾ അങ്ങനെ മണ്ണിൽ കളിച്ചിട്ടും ചിരട്ടിയും ഒക്കെ വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ തുണികളൊക്കെ നേരത്തെ രാവിലെ ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ലോഡ് തുണി ഉണ്ടായിരുന്നു കേട്ടോ. വിരുന്ന് പോയി വന്നതിൻ്റെയും അന്നത്തെ ദിവസം തിരുമ്പാത്തതിൻ്റെയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയെടുത്തു. ഒക്കെ രാവിലെ തന്നെ അങ്ങോട്ട് ഇട്ടു കേട്ടോ. തോരട്ടപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും ഉണങ്ങി കിട്ടി. സമയം ഒരു 5 മണിയായപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ മടക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് ഹാളിലിട്ടിട്ട് പിന്നെ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മുടെ മുറ്റമൊക്കെ നിറയെ കുപ്പ നിറഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചായ കുടി കഴിഞ്ഞ ശേഷം കേട്ടോ അത് ചെയ്യണത്. പിന്നെ ഞാൻ ഇത്തിരി നേരം കിടക്കുകയും ചെയ്തു. അങ്ങനെ ഇതാ എണിച്ച് വന്ന് പിന്നെ നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബെൽറ്റ് കെട്ടാണ്ട് വണ്ടിയിൽ പോയ കാരണം ഭയങ്കര വേദന ഉണ്ടായിരുന്നു, ഉടുപ്പ് വേദന. പിന്നെ വേദനൻ്റെ എണ്ണ തേച്ചപ്പോൾ ഒത്തിരി സമാധാനം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിടുകയാണ്. ഞാൻ എപ്പോഴും എവിടെ പോകുമ്പോഴും ബെൽറ്റ് ഇട്ടിട്ടാണ് കേട്ടോ പുറത്ത് പോവുക. പക്ഷെ അന്നത്തെ ദിവസം എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര മറവിയായിപ്പോയി. അന്നത്തെ ദിവസം എല്ലാം എടുത്ത് വണ്ടിയിൽ വെച്ച് അത് മാത്രം എടുക്കാൻ മറന്നു പോയിട്ടാണ്. പിന്നെ പകുതി ദൂരെത്തിയിട്ടാണ് ഓർമ്മ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മടങ്ങി വരണ്ടേ, അത്ര ദൂരം പോയിട്ട് ഇങ്ങോട്ട് മടങ്ങി വരണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഒരു ഭാഗത്ത് പോകുമ്പോൾ പിന്നെ പകുതിക്കൊന്നും മടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാട്ടോ. പിന്നെ അവിടുത്തെ റോഡും അത്ര കുഴപ്പമൊന്നുമില്ല, ബൈപ്പാസ് അത്ര ചെറിയ ചെറിയ ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ഇടുപ്പിന് വേദന ഉള്ളതുകൊണ്ട് അത് കെട്ടി അതില്ലാണ്ടാകുമ്പോൾ ഒരു ഇടങ്ങറാണല്ലോ. പിന്നെ അങ്ങനെ ഞാൻ വേദനയൊക്കെ സഹിച്ച് പോയി കടിച്ച് പിടിച്ച് അങ്ങനെ പോയി വന്നു. അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഒരു സസ്കറിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിട്ടാണ്. പിന്നെ അങ്ങനെ ആ മുറ്റൊക്കെ അടിച്ച് വാരി കഴിഞ്ഞ് കയ്യും കാലും മോറും കഴുകി അങ്ങനെ ഉള്ളിൽ കയറി. പിന്നെ അപ്പോൾ ഒരു കുയിലിങ്ങനെ കൂയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ കുറച്ച് കറി എടുത്തിട്ട് നമ്മുടെ ഷെയിൽ താത്താക്ക് കൊണ്ട് കൊടുത്തിട്ടു. അപ്പോൾ പപ്പാളിങ്ങ വെച്ചാൽ കുറച്ച് കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതും കൊടുത്തു. അപ്പോൾ 37 എനിക്ക് കൊടുക്കാൻ പോയിട്ട് വരുമ്പോൾ കുറച്ച് മൈലാഞ്ചി തന്നു കേട്ടോ. അപ്പോൾ ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് കാലം കുറേ അയക്കണം. അപ്പോൾ ഇത്തിരി മൈലാഞ്ചി തന്നു ഇടാൻ. അവർ എന്തോ കല്യാണത്തിന് പോകണം പറഞ്ഞിട്ട് അരച്ചതാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എനിക്കും കുറച്ച് തന്നു. അപ്പോൾ ഞാനും അതൊന്ന് കയ്യിലിടാമെന്ന് വിചാരിച്ചു. പണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ റിയാസ്ക്ക് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. എണിച്ചിട്ടില്ല, കുറച്ച് നേരം എണിച്ച് പോവുമായിരിക്കും. അപ്പോൾ ഇപ്പോൾ പണിയൊന്നും ഇല്ലല്ലോ, എല്ലാ പണിയും കഴിഞ്ഞ് തുണി മടക്കാനുണ്ട്, അത് നാളെ മടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മൈലാഞ്ചി കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ റെജിക്കുട്ടി ഉണ്ട്. റെജിക്കുട്ടി ഇട്ടുകൊണ്ടമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ സമയമായി ഇവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ, കൊതുക് കടിച്ചിട്ട്. അപ്പോൾ കുറച്ച് കയ്യിൽ നോണ്ടി ഇങ്ങനെ ഇടുമ്പോഴത്തേനും അവിടുന്ന് ഇവിടുന്നൊക്കെ ഇഞ്ചക്ഷൻ കുത്താൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചെടുക്കുന്ന് ഉള്ളിലേക്ക് പോയിട്ടാ. ഉള്ളിൽ പോയപ്പോൾ പ്രിൻസിപ്പോളും അവിടെ കിടക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ, അങ്ങനെ പിന്നെ എനിക്കിങ്ങനെ ഇടാനാട്ടോ ഇഷ്ടം, അരച്ച മൈലാഞ്ചി. പിന്നെ നമുക്കിത് സുന്നത്തുമാണല്ലോ,
അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിട്ട കാലം മറന്നു കേട്ടോ. എപ്പോഴും നമ്മൾ കോണൊക്കെ അല്ലേ വാങ്ങിയിട്ട്. അപ്പോൾ മക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. എൻ്റെ ഒരു കുഞ്ഞു പൊട്ട വീഡിയോ എല്ലാവരും കാണണേ. കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എൻ്റെ മൈലാഞ്ചി എങ്ങനെ ഉണ്ടെന്ന് പറയണം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടോ. നല്ല വീഡിയോ ആയിട്ട് പിന്നെ